ദായിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. ചന്ദ്രിക ലേഖകനായി മാധ്യമപ്രവർത്തകനായി പ്രവർത്തിച്ചയാളാണ് താനെന്ന് കുറുക്കോളി മൊയ്തീൻ MLA. തിരൂരിലെ മാധ്യമപ്രവർത്തകരോടൊപ്പം എന്നും ഉണ്ടാവും. മാധ്യമപ്രവർത്തകർക്ക് ആസ്ഥാനം ഒരുക്കുന്നതിനായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമെന്നും MLA കുറുക്കോളി മൊയ്തീൻ പറഞ്ഞു. MLA സംഘടിപ്പിച്ച വികസന സെമിനാറിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ വർഷം തിരൂർ തുഞ്ചംപറമ്പിൽ സംഘടിപ്പിച്ച വികസന സെമിനാറിന് തുടർച്ചയായാണ് തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ MLA കുറുക്കോളി മൊയ്തീൻ വികസന സെമിനാർ സംഘടിപ്പിച്ചത്. വികസന സെമിനാറിന് തുടർച്ചയായി മാധ്യമപ്രവർത്തകരുമായി MLA സംവദിച്ചു. പിന്നെ നിങ്ങളാണ് അതിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. ചില വിഷയങ്ങൾക്ക് ഇപ്പോൾ വേണ്ട ഞാനത് താൽക്കാലിക സംവിധാനം ഉണ്ടാക്കി, പിന്നെ മറ്റൊന്ന് ആലോചിക്കാൻ പറ്റും, പിന്നെ നമുക്കൊരു 3 മാസത്തേക്ക് കൊടുക്കണം, പിന്നെ ബാക്കി ഇരുന്ന് ആലോചിക്കാൻ പറ്റും പറഞ്ഞതായിരുന്നു. അത് നിങ്ങളെ ബുദ്ധിമുട്ട് ഞാനല്ല. അപ്പോൾ അത് മറ്റൊരു വിഷയത്തിൽ ഇനി അവിടെ കിട്ടാനൊരു സാധ്യതയാണ്. കാരണം അവിടെ ഒരു കൃഷിയും കാര്യങ്ങളൊക്കെ പോകണം. അപ്പോൾ മന്ത്രി പറഞ്ഞതനുസരിച്ച് നിങ്ങൾക്ക് 3 സെന്റ് സ്ഥലം കിട്ടുകയാണെങ്കിൽ കെട്ടിടവുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ കരുതി സ്ഥലം തരാൻ പാലിച്ചാൽ സ്ഥലമാണ്. അതിനുവേണ്ടി കെട്ടിടം നമ്മുടെ പ്രാദേശിക സെക്രട്ടറിയോ മറ്റോ തരാൻ അനുമതി തരികയാണെങ്കിൽ അത് അതിൽ റെസ്റ്റ് ഹൗസ് പറ്റുമെന്ന് ആലോചിക്കുന്നു. പറയില്ല, ഒരു കുഞ്ഞാനത്തൊരു സ്ഥലം കിട്ടണം. അയാളുടെ 2 മീറ്റിംഗാണ്, 2 ഇടയ്ക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം തന്നെ ചിലപ്പോൾ അപ്പോൾ അതുകൊണ്ട് ആ 2 മീറ്റിംഗാണ് തന്നാലും ചിലപ്പോൾ 2 ഒരേ സമയം 2 മീറ്റിംഗ് അവിടെ ഇവിടെ മീറ്റിംഗ് നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതിൽ പിന്നെ ഈ സ്ഥലത്തിന് വേണ്ടി നോക്കുന്നുണ്ടാവുന്നത് അത് ഞാനൊരു തരം അനുഭവിച്ചു വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. തിരൂർ പ്രസ് ക്ലബിന് ആസ്ഥാനം കൊണ്ടുവരുന്നതിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് MLA ഉറപ്പു നൽകി. തിരൂർ ജില്ലാശുപത്രിയിലെ ഡോക്ടർമാരുടെ അഭാവം, പൂങ്ങോട്ടുകുളം BP അങ്ങാടി റോഡിലെ ഗതാഗതക്കുരുക്ക്, ഗൾഫ് മാർക്കറ്റ് വികസനം, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുടെ ശോചനീയാവസ്ഥ തുടങ്ങിയവ ചർച്ചയായി വന്നു. പ്രാദേശിക പത്രപ്രവർത്തകർക്ക് സർക്കാർ സഹായം കൊണ്ടുവരുന്നത് സംബന്ധിച്ച് നിയമസഭയിൽ ഉന്നയിക്കുമെന്നും തിരൂർ നിലമ്പൂർ മെട്രോ ലൈൻ പദ്ധതി നടപ്പിലാക്കാൻ ഇടപെടുമെന്നും അദ്ദേഹം പറഞ്ഞു. വികസന സെമിനാർ CPM, CPI, BJP പ്രതിനിധികൾ പങ്കെടുക്കാത്തതും ചർച്ചയായി. വെട്ട ന്യൂസ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.